എന്നൊന്നും ന്യായം ഉന്നയിച്ചുകൊണ്ട് വരേണ്ടതില്ല. ഞാൻ പറഞ്ഞു, മുസ്ലിമീങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്നാണ് ഞാൻ പറഞ്ഞത്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ നന്ദി കെട്ടവരാണ് ഏറ്റവും കൂടുതൽ എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. കാരണം മുസ്ലിമീങ്ങൾ ആഗോള ജനസംഖ്യയെ നമ്മൾ കണക്കിലെടുത്താൽ മുസ്ലിങ്ങൾ വളരെ തുച്ഛമായിരിക്കും. ഖലീൽ തന്നെയാണ് അള്ളാഹുവിന് വഴിപ്പെടുന്നത് എന്നത് ശരിയാണ്. ആ ഖലീലിലെ ഏറ്റവും ശരിയായ ഗ്രൂപ്പ് ഏതാണ് എന്നതിന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മാനദണ്ഡമാണ് ഞാൻ പറയുന്നത്. അസ്സവാദുല്ലാളം. ഓരോന്നോരോന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമുക്കറിയാം, ജുമുഅക്ക് നമ്മൾ 2 ബാങ്ക് വിളിക്കുന്നു. കേരളത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ 2 ബാങ്കാണ് വിളിക്കുന്നത് ജുമുഅക്ക്. നിങ്ങൾ മക്കയിൽ പോയി നോക്കൂ, മദീനയിൽ പോയി നോക്കൂ, ഉഗാണ്ടയിൽ പോയി നോക്കൂ, പെറുവിൽ പോയി നോക്കൂ, ചിലിയിൽ പോയി നോക്കൂ, സാൻ ഫ്രാൻസിസ്കോയിൽ പോയി നോക്കൂ, എവിടെ പോയി നോക്കിയാലും നമുക്കറിയാൻ സാധിക്കും ഏത് ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ജുമുഅക്ക് 2 ബാങ്കാണ് വിളിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് തുടക്കം കുറിച്ച ആ സംഭവം ഇമാം ബുഖാരി പറയുന്നു. സബത്തൽ അംറു അലാ ദാലിക്. ആ കാര്യത്തിന്റെ മേൽ വിധി തീരുമാനമാക്കപ്പെട്ടു. അങ്ങനെ തന്നെ വിഷയം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് മക്കത്തും മദീനത്തും എന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജുമുഅക്ക് 2 ബാങ്ക് നമ്മൾ കേൾക്കുന്നു. സ്വഹാബത്തിന്റെ പാത ഏതാണ്? തർക്കമുണ്ടാകുമ്പോൾ ഏത് സ്വീകരിക്കണം? സ്വഹാബത്തിന്റെ പാത സ്വീകരിക്കണം. സ്വഹാബത്തിന്റെ പാത ഏതാണ്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജുമുഅയുടെ ഖുത്ബയുടെ വിഷയത്തിൽ അറബിയാണ് എന്നതുപോലെ തന്നെ ജുമുഅയുടെ ബാങ്കിന്റെ വിഷയത്തിൽ 2 ബാങ്കാണ് സ്വഹാബത്ത് നിർവഹിച്ചത്. ഇന്നേ വരെയുള്ള മുസ്ലിമീങ്ങളുടെ ചര്യയും അതാകുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് വരിക. സ്ത്രീകളുടെ ജുമുഅ ജമാഅത്തിനെ നിങ്ങൾ പരിഗണിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾ എവിടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി ആർക്കും മനസ്സിലാക്കാവുന്ന വിഷയത്തിൽ രൂപത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് അവരുടെ വീടാകുന്ന ഉത്തമമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വഹാബത്ത് എന്താ മനസ്സിലാക്കിയത്? സ്വഹാബത്ത് അത് തന്നെയാണ് മനസ്സിലാക്കിയത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഒരിക്കൽ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ വൃത്തിയെ കാണാനില്ല. എവിടെയാണ് എന്റെ വൃത്തിയായെന്ന് ചോദിച്ചപ്പോ ചിലർ പറഞ്ഞു പള്ളിയിൽ പോയതാണ്. ഉടനെ തന്നെ മഹാനായ അബൂബക്കർ ആ സ്ത്രീ വരുന്നവരെ കാത്തു നിൽക്കുകയും വന്നപ്പോ ആ സ്ത്രീയോട് അട്ടഹസിക്കുകയും എന്നിട്ട് ചോദിക്കുകയും ചെയ്തു, അല്ല, അള്ളാഹുവിന്റെ റസൂല് സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ചാണ് സംസ്കാരവും അതുപോലെയുള്ള കാര്യങ്ങളും കൽപ്പിച്ചിട്ടുള്ളത്. വീട്ടിലാണ് അവരോട് അടങ്ങി ഒതുങ്ങിയിരിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് നീ അറിഞ്ഞിട്ടില്ലേ? ജനാസ സംസ്കരണത്തിന് ജുമുഅ ജമാഅത്തുകൾക്കൊന്നും പെണ്ണുങ്ങൾ പോകേണ്ടതില്ല എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന നീ അറിഞ്ഞിട്ടില്ലേ എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? സ്വഹാബത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് നമുക്ക് മനസ്സിലായി. ഇനി നേരത്തെ പറഞ്ഞ മാനദണ്ഡം എടുത്തു നോക്കൂ. കേരളത്തില് ഇസ്ലാം കൊണ്ടുവന്നത് സ്വഹാബത്താണെന്ന് ഞാൻ പറഞ്ഞു. അവരിവിടെ 10ഓളം പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം നിസ്കരിക്കാൻ ഇടമുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇസ്ലാമിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കുവാൻ പ്രത്യേകമായ ഒരിടം പള്ളിയിൽ റസൂലുള്ളാഹിന്റെ ഇസ്ലാമിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് കാരണം. അപ്പോ സ്വഹാബികളുടെ പാത ഏതാണ്? റസൂലുള്ളാഹിന്റെ പാത ഏതാണ്? മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയുടെ പാത ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് അവിടുത്തെ വിഖ്യാതമായ ഗ്രന്ഥത്തിൽ പറയുകയുണ്ടായി, വിശദീകരിക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഓരോ വിഷയങ്ങളും നമ്മൾ പഠനം നടത്തുക. തറാവീഹിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന പാത ഏതാണ്? ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാനൂ യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി20 റക്അ ഫീ റമളാന ബി20 റക്അ. റമളാനിൽ സ്വഹാബത്തുൽ കിറാം കാനൂ യഖൂമൂന, അവരെല്ലാവരും കാനൂ യഖൂമൂന, അവർ നിർവഹിച്ചിരുന്നു റമളാനിൽ 20 റക്അത്ത് നിസ്കാരം എന്ന് വളരെ വ്യക്തമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ ഹദീസ് സ്വഹീഹാണെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല. സ്വഹീഹായ ഈ റിവായത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ലോക മുസ്ലിം
മുസ്ലിമീങ്ങള് തറാവീഹ് 20 റക്അത്താണ് നിസ്കരിക്കുക. ഇന്നും മക്കയിലും മദീനയിലും 20 റക്അത്താണ് നിസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവര് കേരളത്തിൽ വന്നപ്പോ അവരും 20 റക്അത്താണ് നമുക്ക് പഠിപ്പിച്ചത്. 1921 മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുന്നത് നമുക്കറിയാം. ഈ 1921 അവരുണ്ടായിട്ട് അവരുടെ തറാവീഹ് എത്ര റക്അത്തായിരുന്നു? 20 റക്അത്തായിരുന്നു. പിന്നീട് 22 അന്നും 20 റക്അത്ത് തന്നെയായിരുന്നു. 1926 അൽ കിതാബുൽ അവ്വൽ ബിൽ അമലിയാത്ത് എന്ന പുസ്തകം എഴുതുന്ന സമയത്ത് അതിന്റെ 1ാം പതിപ്പിൽ പോലും തറാവീഹ് അത് 20 റക്അത്താണ്. അത് ഇശായിന് ശേഷമാണ്, റമദാനിൽ മാത്രമുള്ളതാണ്, ഈ 2 റക്അത്തിൽ സലാം വീട്ടേണ്ടതാണ് എന്ന് പോലും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ തർക്കമില്ല. പിന്നീടാണ് തർക്കമുണ്ടാകുന്നത്. പിന്നീട് 8 ഒരിക്കൽ പറഞ്ഞു, 11 പിന്നൊരിക്കൽ പറഞ്ഞു, അത് എത്രയും നിസ്കരിക്കാമെന്ന് വേറെ ഒരിക്കൽ പറഞ്ഞു. പിന്നെ അത് ഏത് നിസ്കാരം, തറാവീഹ് എന്നൊരു പ്രത്യേക നിസ്കാരം തന്നെയില്ല എന്ന് അവസാനം പറഞ്ഞു. ഇങ്ങനെ പല വാദങ്ങളും ഈ വിഷയകമായി വന്നു. തെളിവിന്റെ അടിസ്ഥാനത്തിലാണോ ഇത് പറയുന്നത്? അല്ല. പണ്ഡിതന്മാർ മുഖ്യധാര ഈ വിഷയത്തിൽ അതാണോ പറഞ്ഞത്? അല്ല. എന്ന് മാത്രമല്ല, ഒരു പണ്ഡിതന്റെ പോലും എന്റെ പുസ്തകം എന്റെ കയ്യിലുള്ളത് അൽ ഇസ്ലാഹ് മാസിക എന്ന് പറയുന്ന മുജാഹിദുകളുടെ ഒരു മാസികയാണ്. ഇതില് ഇവരുടെ പ്രമുഖനായ ഒരു ഹദീസ് പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് എന്താണെന്ന് അറിയുമോ? തറാവീഹ് നിസ്കാരം 11-ലധികം നിസ്കരിക്കൽ അനാചാരമാണെന്ന് ഞാൻ എഴുതിയ പുസ്തകം പ്രസിദ്ധീകരിച്ചത് KNM വിഭാഗമാണ്. KNM പ്രസിദ്ധീകരണ വിഭാഗമാണ്. സലഫുകളിൽ ഒരു പണ്ഡിതരെങ്കിലും ഇപ്രകാരം പറഞ്ഞത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പണ്ഡിതന്മാര് ഇത്രയും കാലം പണ്ഡിതന്മാര് തറാവീഹിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് അവരാരും തന്നെ 11 റക്അത്തിലേറെ തറാവീഹ് നിസ്കരിക്കുന്നത് അനാചാരമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഞാനത് പറഞ്ഞു. കാരണം എന്താ? അത് ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽപ്പാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഓരോ വിഷയങ്ങളെയും നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുക. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും മുസ്ലിമീങ്ങളുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഇവർ ഓരോന്നും ചെയ്യുന്നത്. ഏറ്റവും വിവാദമായ വിഷയം ഇപ്പോ അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നമാണല്ലോ. അവിഷയത്തില് ഇവർ പറയുന്നത് എന്താണ്? നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയാണ് എന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താ? മുഅ്മിനീങ്ങളായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. വമാലക്കും മിൻ ദൂനില്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. മറിച്ച് അല്ലാഹു തആലയാണ് എല്ലാം നൽകുന്നത്, അല്ലാഹു ആകുന്നു എല്ലാം കൊടുക്കുന്നത്. അല്ലാഹുവിനെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവാണ് മുഴുവനായി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോ നിമിഷവും അല്ലാഹുവിലേക്ക് മനുഷ്യൻ അവൻ ആവശ്യമായിക്കൊണ്ട് ഫഖീറായിക്കൊണ്ട് നിൽക്കുകയാണ് എന്നാണ് മുസ്ലിമീങ്ങളായ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാനോ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുവാനോ മുസ്ലിമായ ഒരാൾക്കൊരിക്കലും സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? ലാ തദഉ അല്ലാഹി അഹദ. അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്, ആരോടും ദുആ ചെയ്യരുത് എന്നാണ്. അതിലാർക്കും തർക്കമില്ല. പക്ഷേ പ്രശ്നമുള്ളത് എവിടെയാണെന്നറിയുമോ? പ്രാർത്ഥന എന്നാൽ എന്താണ് എന്ന വിഷയത്തിലാണ് തർക്കം. അതാണ് തർക്കം. പ്രാർത്ഥന എന്നാൽ എന്താണ്? പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു അൽ ഇനായ. റബ്ബിനോട് തന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുക. എന്താണ് ആ വ്യാഖ്യാനം എന്നറിയുമോ? ഇബാദത്തിന് ഇവർ പറഞ്ഞ വ്യാഖ്യാനം, ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് അതേ അൽ ഇസ്ലാഹ് മാസികയാണ് ഞാൻ വായിക്കുന്നത്. ഇബാദത്തിന് നിർവചനമായി നാം പറയാറുള്ളത് ഇന്ന് പിളർപ്പന്മാർക്ക് അസ്വീകാര്യനായ ഇമാം റഷീദ് റിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ്. എന്താ ഇമാം റഷീദ് റിള എന്ന് പറയുന്ന റഷീദ് റിള തന്റെ അഭിപ്രായമായി പറഞ്ഞിട്ടുള്ളത്? അഭൗതികമായ നിലക്ക്, മറഞ്ഞ നിലക്ക് ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, ആശങ്കപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരാളെ ഭയപ്പെടുകയോ ഒരാളോട് എന്തെങ്കിലും ചോദിക്കുകയോ പ്രതീക്ഷിക്കുകയോ താഴ്മ കാണിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്താൽ അതാണ് പ്രാർത്ഥന ഇബാദത്ത് എന്നാണ് റഷീദ് റിള പറഞ്ഞത്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ